ഞാൻ ഈ പുതിയ സാധനങ്ങൾ അതല്ല ഏത് കിട്ടിയാലും എനിക്ക് അപ്പോഴേ ഇടണമെന്ന് പറഞ്ഞപ്പോഴാണ് ഓർത്തെ ഞാൻ ഈയിടെ കുറച്ച് സാധനങ്ങൾ എനിക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയേ. ഞാൻ ചുമ്മാ എനിക്ക് തന്നെ ഷോപ്പിങ്ങിന് നമ്മൾ അങ്ങനല്ലേ, തന്നെ ഇരിക്കുമ്പോൾ നമ്മളങ്ങ് പൊക്കോണം. നമുക്കുള്ള അതല്ലേ കെട്ടിയവനും മക്കളും അല്ലെ നമ്മുടെ അപ്പനും ആങ്ങളെയൊക്കെ നമ്മുടെ അടുത്ത് വന്നാണ്ടല്ലോ ഒന്നിനും സമ്മതിക്കത്തില്ലെന്നേ. നമ്മളെ കിടന്ന് ഭയങ്കര ബഹളവാ. ഓ, ഇതെന്തിനാ അതെന്തിനാ, ഇതുള്ളതല്ലേ മറ്റോ ഉള്ളതല്ലേ എന്നൊക്കെ ചോദിച്ച്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തന്നെ ആരോടും ചോദിക്കാതെ എന്നല്ല കേട്ടോ, നമ്മൾ ഓഫുള്ളപ്പം. ഞാൻ ഈ ജോലിയുള്ള പെൺകുട്ടികളോടാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് പെൺകുട്ടികളെല്ലാം സ്വന്തം കാലിൽ നിൽക്കണമെന്ന്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് സ്വന്തം കാലം അല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കും. അങ്ങനല്ല, എല്ലാവർക്കും സ്വന്തമായിട്ട് ജോലി വേണം, എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആവണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ പോകാമല്ലോ, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കാമല്ലോ. നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, അത് വേണം. ബൈ ദ ബൈ, ഞാൻ എന്താ പറഞ്ഞു വന്നത്? അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് എല്ലാം വാങ്ങിച്ചു നോക്കി ഇടുക എന്ന് പറഞ്ഞില്ലേ, അപ്പോഴാണ് ഞാൻ തപ്പിയപ്പോൾ എനിക്കൊരു സാധനം കണ്ടേ. ഇത് കണ്ടോ, ഇത് ഈ ഒരു ഇതൊരു നൈറ്റ് വെയർ സെറ്റാ. ഈ ഒരു സാധനം നല്ല ഭംഗിയില്ലേ? നല്ല കുഞ്ഞി ടെടിയുടെ ഒരു സാധനം. ഇതും പിന്നെ പിന്നെ ഒരു ഷോർട്സ്. നിങ്ങൾക്കറിയാമല്ലോ ഷോർട്സ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു വീക്ക്നെസ് ആണ്. ഓക്കെ, നല്ല ഭംഗിയില്ലേ? നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ കേട്ടോ. എനിക്കത് ഇട്ടിട്ട് തന്നെ എന്തൊരു ഒരു സുഖം, ഒരു സുഖിമ. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ വാങ്ങിച്ചാണേ. ഇതിൻ്റെ പ്രൈസ് ടാഗ് ഒന്നും പൊട്ടിച്ചില്ല. പക്ഷേ അപ്പോൾ എനിക്കൊരാഗ്രഹം, എനിക്ക് ഇപ്പം ഇടണം. ഞാൻ പോയി ഇട്ടേച്ച് വരട്ടെ. നമ്മളിങ്ങനെ ഈ പറഞ്ഞല്ലേ, നമ്മുടെ ഫാമിലിയുടെ പോകണേ, നമ്മുടെ ഹസ്ബൻഡ്, നമ്മുടെ കെട്ടിയവൻ, അത് രണ്ടൊന്നാണല്ലോ. എന്താണ് രണ്ട് ഒന്ന് തന്നെ. കെട്ടിയവൻ, മക്കള്, ആങ്ങള, അപ്പൻ, ഇവരുടെയൊക്കെ കൂടെ പോകണമെങ്കിലുണ്ടല്ലോ, നമ്മൾ ഒരു പേരിനൊരു ഷോപ്പിങ്ങിന് പോകുന്നു. പക്ഷെ നമ്മൾ തന്നെ, ഞാൻ കുറച്ച് ദിവസം ഷോപ്പിങ്ങിന് പോയിട്ട് റീമിൽ പോയേ. ഞാനൊരു എത്ര മണിയാ, എനിക്കൊന്ന് ഒരു 6-7 മണിക്കൂർ ഞാൻ ഷോപ്പിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്തേ. ഞാൻ ഒത്തിരി സാധനം വാങ്ങിച്ചോ എന്നുള്ളതൊന്നുമല്ല, ഞാൻ എല്ലാ ഷോപ്പിൽ കൂടെയും പോയി എനിക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇട്ട് നോക്കി. എനിക്കിതുപോലെ ഇത് കണ്ടോ, ഞാൻ ഒരു ഷോർട്സ്, ഒരു കടയിൽ ചെന്നൊരു ഷോർട്സ് കണ്ടേ. പക്ഷെ അപ്പം അതിന് ഭയങ്കര എത്ര വിലയുടെ എടുക്കണമെന്ന് ഞാൻ ചിന്തിച്ചു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പല കടയിൽ പോകുമ്പോൾ പല വിലയുടെ നല്ല സാധനങ്ങൾ കിട്ടും. ഞാൻ ഇത് ഈ ഒരു പൈജാമയുടെ ടോപ്പ് ഇത് സെറ്റായിട്ട് എടുത്തില്ലേ, കാരണം ഇത് പ്രൊമോഷനിലില്ലായിരുന്നു. ഇതേതാ, ഇത് ലെമൺ റോസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ എനിക്കൊന്ന് 140 സംതിങ് അത്ര എങ്ങാണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അതിൻ്റെ പാൻറ്റിന്, പൈജാമ, അതിൻ്റെ ഷോർട്സിനും ഏകദേശം അത്രയും വില തന്നെ. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ പല ഷോപ്പിൽ കൂടെ പോയി. അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരെണ്ണം വാങ്ങിക്കണമല്ലോ. അങ്ങനെ ഞാൻ തപ്പി നടന്നപ്പോൾ 139 dirhams. ഇത് കണ്ടോ? പക്ഷേ ഞാൻ വാങ്ങിച്ച 139 dirhamsനൊന്നും അല്ല. ഇതുണ്ടോ, 42 dirhams.